സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്. മനസ്സിലായോ? ഞാനത് ചെയ്തത് തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞുണ്ട്. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 150. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു, എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ പുള്ളിക്കാരത്തെ അതിവൈകാരികമായിട്ട് പുള്ളിക്കാരത്ത് ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ടും സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കിടയിൽ എന്തൊക്കെയോ സംതിങ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് സബ്ബ് തുടങ്ങി തുണിയടിക്കാനാണെന്ന് അവൻ അറിഞ്ഞില്ല രേണു. ഇതിലൂടെയൊരു കാര്യം മനസ്സിലായി, കിച്ചുവിന് അന്നും ഇന്നും ഒരമ്മയായി രേണു നിന്നിട്ടില്ല, അഭിനയം മാത്രം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കിച്ചു പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയുന്നു. കിച്ചു തന്നെ വരേണ്ടി വന്നു നഷ്ടപ്പെട്ട ഓർമ്മയും ശബ്ദവും ആരോഗ്യ നിമിഷം നേരം കൊണ്ട് തിരിച്ചു കിട്ടാൻ. നിങ്ങൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് ഈ വീഡിയോ കണ്ടപ്പോൾ മാറി എന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. രോഗാവസ്ഥയിൽ കിടക്കുന്ന രേണു സുധി, അതോടൊപ്പം തന്നെ കിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം നടക്കുന്നുണ്ട്. കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് എന്നുള്ളത് നോക്കാം. കിച്ചു പറയുന്ന വീഡിയോ നോക്കാം, അതോടൊപ്പം തന്നെ രേണു പറയുന്നത് നോക്കാം. നമുക്ക് നോക്കാം. അപ്പം എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു, ഞാൻ ഒരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം, ഓക്കെ. രണ്ട് ബാക്കിയുള്ള ആൾക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിൽ ഇന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെന്നുണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്ന് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ ഉറങ്ങി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? കാരണം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. ഇത് പറയണമെന്ന് തോന്നി, വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേക്കാം. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഓക്കെ, ഇതാണ് കിച്ചുവിൻ്റെ വീഡിയോ. കിച്ചു വളരെ വൈകാരികമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതിനകത്ത് കിച്ചു എന്തുകൊണ്ട് ആണ് എന്താ പറയുക ഇതുവരെ പോകാത്തതെന്നുള്ള ചോദ്യം, അതിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ രേണുവിൻ്റെ വീഡിയോസ് കാണിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. രേണുവിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കണ്ട സമയത്ത് കുറേയധികം ആൾക്കാർ, ഇപ്പം കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കിച്ചുവിന് സപ്പോർട്ടായിട്ടുള്ള സംഭവം രേണു സുധി എന്ന് പറയുന്ന ഒരു നിലവിൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു സ്ത്രീയെ ഇതുപോലും മനസ്സിൽ ഇതാക്കാതെ അവർ
കുറ്റമായിട്ട് അങ്ങ് പറയുന്നുണ്ട്. ഇനി കിച്ചുവിന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കിച്ചു വ്യക്തമായി പറഞ്ഞു. ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടു, രണ്ടാമത്തെ അമ്മ ഇങ്ങനെ ഒരു ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് ആണ് അത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നാളെ അറുത്തപ്പനെ ബാധിച്ചേക്കാം. അതൊക്കെ വ്യക്തിപരമായ ചോയ്സാണ്. അതിനകത്ത് അത് ഇല്ലയോ അത് ശരിയല്ല എന്ന് പറയാനോ ശരിയെന്ന് പറയാനോ ഞാൻ ആളല്ല. കാരണം അത് അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്, വ്യക്തികളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എങ്കിലും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയക്കകത്ത് കാണിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യങ്ങൾ, അതായത് ഈ മറ്റേ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൻ്റെ അകത്ത് അതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ ന്യൂഡിറ്റി എന്നുള്ള സാധനം കഴിയത്തില്ല. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു എന്ന് പറയുന്നതാണ്. അതിനകത്ത് നമ്മുടെ സിനിമയിൽ പ്രമുഖരായിട്ടുള്ള സിനിമാ നടിമാർ കാണിക്കാത്ത എന്താണ് രേണുസുതി കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കിച്ചുവിനോട് എനിക്ക് ചോദിക്കും, കിച്ചു ഇപ്പോൾ പറയുന്നു ഇതൊക്കെ വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം, സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു കാര്യം, അതോടൊപ്പം തന്നെ അവർ ഇങ്ങനെ തരത്തിലൂടെ സമ്പാദിച്ചതിൽ നിന്ന് എന്തെങ്കിലും കിച്ചു അതിൽ നിന്ന് പങ്ക് പറ്റിയിട്ടുണ്ടോ? ഇതെൻ്റെ ഒരു അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിലില്ല, ഉണ്ടെങ്കിലുണ്ട്. കാരണം അങ്ങനെ ഒരാൾ ചെയ്യുന്ന തെറ്റുമാണ്, പക്ഷേ അതിൽ നിന്നും നമ്മൾ അതിൽ നിന്നും വരുമാനം അയാൾ ഉണ്ടാക്കിയതിൽ നിന്നും പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ എന്നുള്ള കാര്യം കൂടെ ഒരു ചോദ്യം കേട്ടോ. നമുക്കിനി ബാക്കി ഈ രേണു എന്ത് പറയണമെന്നും കൂടെ നോക്കാം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാമോ ചാറ്റ്? ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. അപ്പൊ എൻ്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 150. നിങ്ങൾ കണ്ടോ? എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ പുള്ളിക്കാരത്തെ അതിവൈകാരികമായിട്ട് പുള്ളിക്കാരത്ത് ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ടും സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കിടയിൽ എന്തൊക്കെയോ സംതിങ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. ഇപ്പം ഞാൻ ആകെ പറയുന്നത് വളരെ മാനസികമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ഒരു രോഗാവസ്ഥ കണക്കിലെടുത്തിട്ട് ഇപ്പോൾ നിലവിൽ അവരുടെ ആ അസുഖത്തിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളൊരു കാര്യത്തിലേക്ക് പരമാവധി അവരെ വെറുതെ വിടുക എന്നുള്ളതാണ്. ഇനി അവർ അസുഖത്തിൽ നിന്ന് തിരിച്ചു വന്ന് റിക്കവറായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വർത്തമാനം പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിലോ അത് അപ്പോൾ പറയുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ സണ്ണി ലിയോണി എന്ന് പറയുന്ന പുള്ളി അദ്ദേഹം ഏത് മേഖലയിൽ നിന്നവരാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, സണ്ണി ലിയോണി. അപ്പോൾ അവർ പോലും ഇന്ന് അവരുടെ മക്കളോടൊപ്പവും അവരുടെ ഫാമിലിയോടൊപ്പം വളരെ സുഖകരമായിട്ട് ജീവിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ അവർക്ക് സണ്ണി അക്ക ഉയരെന്ന് പറഞ്ഞിട്ട് ഫാൻസ് വരെ ഉള്ള ഒരു കാലഘട്ടം. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന രേണുസുതി ചെയ്തേക്കുന്ന സബ്സ്ക്രിപ്ഷൻ അപരാധമാണെങ്കിൽ ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോലെ തന്നെ കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവരെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ പറയുന്നു, ഇപ്പം നമുക്ക് മനുഷ്യൻ്റെ തീരുമാനങ്ങളാണ്. ഇപ്പം നമുക്കൊരു കാര്യത്തിനോട് രണ്ടഭിപ്രായം ഉണ്ടാവാം, സ്വാഭാവികമാണത്. നമുക്കിപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, രേണു ഇതെന്താ ചെയ്തത്, ഇപ്പം നമ്മൾ ഇതൊക്കെ കാണുന്ന കുട്ടികൾക്ക് ഇതാവല്ലേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ സൈഡിൽ നിന്ന് അത് എന്ത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് അഭിപ്രായം പറയാം, അറ്റ് ദ സെയിം ടൈം അവരുടെ സ്വാതന്ത്ര്യം കൂടെയാണ്. നമ്മുടെ അഭിപ്രായത്തിന് ഒത്ത് മറ്റൊരാൾ മാറണം നമുക്ക് ഒരിക്കലും ശടിക്കാനോ വാശി പിടിക്കാനോ പറ്റത്തില്ല. മറിച്ച് അവർ ഈ പറയുന്നൊരു കാര്യം ശരിയാണെങ്കിൽ അത് കിച്ചുവിനോട് പറഞ്ഞിരുന്നു, കിച്ചു ഗുഡ് എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. പിന്നെ അവർ പറയുന്ന ഒരു ആരോപണം പോലെ പറയുന്ന കാര്യം നമുക്ക് മാത്രം അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് ഏതാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഒരു പരസ്പരം ഒരു വാക്ക് തർക്കം വാഗ്വാദത്തിൻ്റെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് അത് എത്രത്തോളം സമൂഹത്തിൽ നല്ലതാണ് എന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്കറിഞ്ഞുകൂടാ ഇത് പോകുന്നത് ഇപ്പോൾ ഒരു റോങ് ടേൺ ആണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഇതൊരു നല്ല ഒരു ഇതായിട്ട് ശൈലിയായിട്ട് ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ആകെ കാണുന്നത് ഇപ്പം ശത്രുക്കളാണെങ്കിൽ പോലും ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പെട്ട് കഴിഞ്ഞാൽ നമ്മളത് വിട്ടുകളയുക എന്നുള്ളതാണ്.
പക്ഷേ ഇപ്പം ഈ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത് അത് ശരിയായൊരു ഇതല്ലാന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ അഭിപ്രായവും പറയുന്നില്ല. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഋതപ്പൻ, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ കൊടുത്തു എന്നോ? കിച്ചു പറഞ്ഞത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് കിച്ചുവിന് ഇഷ്ടമല്ലെന്നാണ്. രേണു പറയുന്നത് സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ കിച്ചുവിന് കൊടുത്തു എന്നാണ്. അതൊരു കോൺഫ്ലിക്റ്റ് അല്ലേ? അതൊരു വൈരുദ്ധ്യമല്ലേ? അതെങ്ങനെ ശരിയാവും? കിച്ചു പറഞ്ഞ പ്രകാരമാണെങ്കിൽ രേണു ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുന്നത് കിച്ചുവിന് ഇഷ്ടമേ അല്ല. അങ്ങനെയാണെങ്കിൽ കിച്ചു ആ രേണുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ കൈപ്പറ്റിയിട്ടുണ്ടോ? ഇതിനൊരു മറുപടി കിച്ചു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. അതായത് ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന്, നിങ്ങൾ കൊലപാതകം ചെയ്യരുത്, അത് തെറ്റാണെന്ന് ഒരാൾ വിലക്കുന്നു. അതേസമയത്ത് കൊലപാതകം ചെയ്തതിന് ശേഷം അയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രതിഫലത്തിൽ നിന്നും പങ്കുപറ്റുക എന്നുള്ളൊരു കാര്യം ചെയ്തതിന് ശേഷം അയാൾ വീണ്ടും ആ കൊലപാതകം ചെയ്ത് തെറ്റാണെന്ന് പറയുന്നത് രണ്ടും അതൊരു ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് അല്ലേ? ആ ഒരു ഡബിൾ സ്റ്റാൻഡ് സംവിധാനമാണോ? അറിയാത്ത കാര്യമാണ്. അത് കിച്ചു തന്നെ മറുപടിയും പറയണം. രേണുവിൻ്റെ അടുത്ത് നിന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് രേണു വാങ്ങിയ പൈസയിൽ നിന്ന് കിച്ചു പണം കൈപ്പറ്റിയിട്ടുണ്ടോ? യെസ് ഓർണോ? അറിയാത്ത കാര്യമാണ്. ഞാൻ ഉറക്കമൊഴിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊഴിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അത് കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെഷൻ. ഞാൻ സസ്പെഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്തൊന്നും എഴുന്നേറ്റ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ കിച്ചുവിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നൊക്കെ മറുപടി കിച്ചു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറയുന്നത് പ്രകാരമാണെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കിച്ചു ചെയ്തിട്ടുണ്ടെന്നാണ്. സമാനമായ രീതിയിൽ ഈ ഒരു കിച്ചുവിനെ കുറച്ച് നാളിന് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, എല്ലാവരും കൂടെ സോഷ്യൽ മീഡിയക്കകത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കിച്ചുവിനോട് ഞാൻ ഇൻബോക്സിൽ പോയി പറഞ്ഞിരുന്നു, കിച്ചു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി സംസാരിക്കുന്നത് സൂക്ഷിക്കണം, സോഷ്യൽ മീഡിയയാണ്, പിന്നീട് അത് പ്രശ്നമാകും എന്ന് ഞാൻ കിച്ചുവിനോട് സംസാരിച്ചിരുന്നു. നല്ല രീതിയിൽ ഞാൻ പറയുന്നത് അത് ഓക്കെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലേക്കായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇപ്പം എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അന്ന് എന്നോട് ഇൻബോക്സിൽ പല ആൾക്കാരും പല കാര്യങ്ങളും വന്ന് പറഞ്ഞിരുന്നു, കിച്ചുവിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറായില്ല. ബിക്കോസ് അത് വിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. അതിനകത്തുള്ള ശരികളും തെറ്റുകളും കാര്യങ്ങളൊക്കെ അത് നമ്മളെ ബാധിക്കേണ്ട കാര്യമല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അലിഗേഷൻസ് പോലെ കുറച്ച് പേര് പറഞ്ഞത് നിങ്ങളും ഇതുപോലെ ഉണ്ട് നമുക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇൻസ്റ്റയിലൊക്കെ വന്ന് സംസാരിച്ചത്. സമാനമായ രീതിയിലാണ് ഇന്നിപ്പോൾ രേണു സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ശരി തെറ്റുകൾ എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ അത് പുള്ളിക്കാരൻ്റെ പാസ്റ്റാണ്. നമ്മളതിനടുത്ത് വെച്ചിട്ട് ഈ ക്രോസ് വിസ്താരമൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കുന്നൊന്നുമില്ല. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടെങ്കിൽ അവർ തന്നെ പറയട്ടെ. നമ്മളായിട്ടൊന്നും അതിൻ്റെ പുറകെ പോകുന്നില്ല. പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളൂ പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിനും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി അത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ. ഓക്കെ, അത് ബാക്കിയുള്ളത് ഞാൻ മൊത്തം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ രേണുവിൻ്റെ ചാനൽ തന്നെ പോയി കണ്ടാൽ മതി. ഈ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് സബ്ബ് തുടങ്ങി തുണിയടിക്കാനാണെന്ന് അവൻ അറിഞ്ഞില്ല രേണു. ഇതിലുള്ളൊരു കാര്യം മനസ്സിലായി, കിച്ചുവിന് അന്നും ഇന്നും ഒരമ്മയായി രേണു നിന്നിട്ടില്ല, അഭിനയം മാത്രം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കിച്ചു പറഞ്ഞത് തെറ്റില്ല എന്ന് പറയുന്നു. കിച്ചു തന്നെ വരേണ്ടി വന്നു, നഷ്ടപ്പെട്ട ഓർമ്മയും ശബ്ദവും ആരോഗ്യ നിമിഷം നേരം കൊണ്ട് തിരിച്ചു കിട്ടാൻ. നിങ്ങൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് ഈ വീഡിയോ കണ്ടപ്പോൾ മാറി എന്ന് പറഞ്ഞു. എല്ലാവരും ഇപ്പോൾ
ഇത് ഒരു ഗ്യാങ്ങായിട്ട് തന്നെ ഇപ്പം നമ്മളെ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന ആൾക്കാരെല്ലാം വീണ്ടും ഒരുമിക്കുന്നൊരു പ്രത്യേക തലത്തെ ആ സാഹചര്യമാണ് ഇപ്പം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനിതിനകത്തൊന്നും ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇത് പറയാനില്ല. കാരണം ഒരു സൈഡിൽ ഒരു രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരാൾ, മറു സൈഡിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ അകത്ത് ശരികളും തെറ്റുകളും അവൻ്റെ ഭാഗത്തുള്ള ശരികളും തെറ്റുകളൊന്നും എനിക്കറിയില്ല. ആകെ പറയുന്ന പുള്ളിക്കാരൻ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങൾ കാണിക്കുന്നത് പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു കോൺടാക്റ്റ് നഷ്ടപ്പെട്ടതെന്നുള്ള രീതിയിലാണ്. എന്നാൽ അവർ പറയുന്നു, രേണു പറയുന്നു, രേണു ആ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് നേടിയ പൈസയിൽ നിന്നും ഇദ്ദേഹത്തിനും പൈസ കൊടുത്തിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യവും രേണു പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ ഇനി കിച്ചുവിനെ മാത്രമേ അതിൻ്റെ മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാൻ അതിന് വെയിറ്റിംഗ് ആണ്, അതിനുള്ള മറുപടി വരുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ്റെ പൈസയിൽ നിന്നും കിച്ചു കൈപ്പറ്റിയിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്ന ഈ നിയമവിരുദ്ധമായ രീതിയിലൂടെ കിച്ചു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ അവർക്ക് ഇടയിൽ മാത്രം വ്യക്തിപരമായി അറിയുന്ന എന്തോ കാര്യങ്ങൾ, ഞാൻ കിച്ചുവിൻ്റെ ജീവിതത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന എന്തോ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ കാര്യങ്ങളിൽ സത്യമുണ്ടോ? ഇതൊക്കെ കിച്ചു മറുപടി പറയേണ്ടതാണ്. എന്താ അല്ലേ, നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അത് പിന്നീട് വരുന്ന സമയത്ത് അത് വേറെ വഴിക്കൊക്കെ പോകുന്ന പോലെയൊക്കെ തോന്നും. ഇതിനകത്ത് സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. ഓരോരോ ജീവിതങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ വന്നിരുന്ന് ഈ കുണോധികാരെങ്കിലും കുണയടിക്കുന്നെങ്കിലും ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിതെല്ലാം എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ലൈഫുകൾ. ഇപ്പം ഞാൻ കണ്ട ഡയമെൻഷൻ ഞാൻ പറയാം. രേണുവിൻ്റെ സബ്ജക്റ്റ് ഇതിൻ്റെ ഇടയ്ക്കും കുറച്ച് വന്ന സമയത്തും പലരും വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ തൊട്ടിട്ടില്ല. കാരണം ഒരാൾ അവരെക്കുറിച്ച് തന്നെ സംസാരിക്കാനാണെങ്കിൽ പോലും അവരുടെ ചാനൽ വന്ന വീഡിയോസ് എടുത്ത് ഇതിനൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ പോലും വേണ്ട ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാനത് സംസാരിച്ചിട്ട് അതിനെക്കാട്ടിലും അത് കൂടുതൽ ആൾക്കാർ അവിടെ തന്നെ പോയി കാണട്ടെ. അപ്പോൾ അവർക്ക് അതിനകത്തൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴത്തെ അസുഖത്തിന് അവർക്കൊരു ഉപകാരപ്പെടുമല്ലോ എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പരമാവധി തീർച്ചയായിട്ടും അവർ അസുഖത്തിൽ നിന്ന് റിക്കവറായിട്ട് വരട്ടെ. ഒരു പിഞ്ചു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ സൈഡ് നോക്കുമ്പോഴേക്കും കിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അത് നല്ല രീതിയിൽ വളർന്നു. ഞാൻ ഈ സത്യം പറഞ്ഞ ഈ രേണുവിൻ്റെ കേസിനകത്താണെങ്കിലും കിച്ചുവിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ രക്ഷപ്പെടണമെന്ന് മനസ്സുകൊണ്ട് തന്നെ വളരെയധികം ആഗ്രഹിച്ച ആൾ തന്നെയാണ്. അത് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. കിച്ചുവിൻ്റെ കുറച്ച് കാലത്തിന് മുമ്പ് ഒരു കൂട്ടത്തോടെ വേട്ടയാടിയ സമയത്തും ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കിച്ചുവിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സത്യം പറഞ്ഞ അഭിമാനം തന്നെ ഉള്ളൂ. എനിക്കതിനകത്ത് ഒരു ഇതുമില്ല. ഇന്ന് നോക്കുമ്പോഴേക്കും ഇവർ തമ്മിൽ അടിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്, സത്യമായിട്ട് ഞാൻ പറയാം. അത് പബ്ലിക്കിൽ കിടന്ന് ഇങ്ങനെ ഒരു സംഭവം ഈ സമയത്ത് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു മാന്യമായൊരു വിമർശനം എനിക്കുണ്ട്. അത് എന്ത് സാഹചര്യത്തിലാണ് ഇതെല്ലാം പൊട്ടിപ്പുറപ്പെട്ട് വന്നെന്നുള്ള കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും രേണു അസുഖത്തിൽ നിന്നും വേഗം റിക്കവറായിട്ട് തിരിച്ചു വരട്ടെ. അതിനുശേഷം ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്കും അതിൻ്റെ സംസാരങ്ങളിലേക്കും പോയാൽ പോരെ എന്നാണ് എനിക്ക് രണ്ടുപേരോട് ചോദിക്കാനുള്ളത്. മറിച്ച് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഗുരുതരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്തേക്ക് വരട്ടെ. വ്യക്തിപരമായ ലൈഫിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കറിയാത്തത് കൊണ്ടും ഞാൻ അതിനകത്ത് കയറി കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്. ബൈ.